എന്തായാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചിരിക്കുന്നു. മരിച്ചത് മത്തായി ഈപ്പൻ മകൻ നിഖിലിൻ്റെ ഭാര്യ അനുവിൻ്റെ പിതാവ് ബിജു എന്നീ 4 പേരാണ് മരിച്ചത്. പത്തനംതിട്ട മുറിഞ്ഞകലിൽ അപകടം ഉണ്ടായിരിക്കുന്നു. മരിച്ചത് മല്ലശ്ശേരി സ്വദേശികളാണ്. വിമാനത്താവളത്തിൽ നിന്നും മടങ്ങി വരുന്ന വഴിയാണ് അപകടം ഉണ്ടായത്. അതിദാരുണമായൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മിഥുൻ മുരളി തുടരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിയെത്തുന്ന വഴിയായിരുന്നു ഒരു അപകടം. സ്വിഫ്റ്റ് ഡിസയർ വാഹനം അത് വെട്ടിപ്പൊളിച്ചാണ് ആളുകളെ പുറത്തെത്തിച്ചിട്ടുള്ളത്. ഇനി അയ്യപ്പ ഭക്തരുടെ വാഹനം എന്നാൽ അത് എവിടെ നിന്നുള്ള വാഹനമാണ് എന്ന് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അന്നെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ള പ്രാഥമിക വിവരമാണ് ലഭിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലേഷ്യയിലുള്ള മകളെ അനുവിനെ കൂട്ടുന്നതിന് വേണ്ടി പോയ കുടുംബമാണിത്. അനുവിന്റെ പിതാവ് മത്തായി ഈപ്പൻ ഉൾപ്പെടെ മറ്റൊരു അനുവിന്റെ ഭർത്താവിന്റെ പിതാവും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ മകളെ കൂട്ടിക്കൊണ്ട് തിരികെ മല്ലശ്ശേരിയിലേക്ക് വരും വഴിയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്. അനുവിന്റെ ഭർത്താവ് നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ, അനുവിന്റെ പിതാവ്, ഇങ്ങനെ 4 പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വലിയ ശബ്ദത്തോടുകൂടി, വലിയ ആഘാതത്തോടുകൂടി അപകടം സംഭവിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ പരിശോധനകൾ നടത്തി. ഈ പരിശോധനയിലാണ് വാഹനത്തിനുള്ളിൽ 4 ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇതിൽ എത്ര ആളുകൾ ഉണ്ട് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധമായിരുന്നു കാറിന്റെ അവസ്ഥ. അത്രയും ദയനീയമായ രീതിയിൽ, അത്രയും ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു അപകടം സംഭവിച്ചത്. കാർ പൂർണ്ണമായും തകർന്നു. ഇതിനുള്ളിൽ ആളുകൾ ഉണ്ടോ എന്ന് പോലും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലേക്ക് വാഹനത്തിന്റെ അവസ്ഥ മാറി. തുടർന്ന് നാട്ടുകാർ വലിയ രീതിയിൽ ശ്രമകരമായിട്ടുള്ള ദൗത്യം നടത്തി. ആ വാഹനത്തിനുള്ളിൽ എത്ര പേരുണ്ട് എന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി. ഇതിനുള്ളിൽ തന്നെ പോലീസിനെയും രക്ഷാപ്രവർത്തനത്തിനായിട്ട് അഗ്നിരക്ഷാ സേനയും എല്ലാം വിവരം അറിയിച്ചു. ആംബുലൻസും എല്ലാം സ്ഥലത്ത് എത്തി. ഇതിനോടകം തന്നെ നാട്ടുകാർ ചേർന്ന് ഈ 4 പേരെയും പുറത്തെത്തിച്ച് ഉടൻ തന്നെ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്കും അവിടെ നിന്ന് സമീപത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കും പത്തനംതിട്ട ജില്ലാ ജനറൽ ആശുപത്രി അടക്കമുള്ള ആശുപത്രികളിലേക്കും ഈ 4 പേരെ കൊണ്ടുപോകുന്നതിനിടയിൽ 2 പേരുടെ മരണം തൽക്ഷണം സംഭവിക്കുകയും 2 പേർ ആശുപത്രിയിൽ എത്തിക്കും വഴി മരിക്കുകയുമായിരുന്നു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന അയ്യപ്പന്മാർക്ക് നിസ്സാരമായിട്ടുള്ള പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. എത്ര പേർക്ക് വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇതെല്ലാം വിവരങ്ങൾ ലഭിച്ചു വരുന്നതേയുള്ളൂ. ഇപ്പോൾ ജനപ്രതിനിധികളും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ, കൂടുതൽ ആളുകൾക്ക് പരിക്കുണ്ടോ, ഈ ബസ്സിൽ യാത്ര ചെയ്തിരിക്കുന്ന എത്ര ആളുകൾക്ക് പരിക്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തി വരുന്നുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പ്രാഥമിക വിവരമായിട്ടാണ് ഈ 4 ആളുകൾക്ക് മരണം സംഭവിച്ചു. കൂടുതൽ ആളുകൾക്ക് പരിക്കില്ല, ഈ ബസ്സിൽ സഞ്ചരിച്ചിരുന്ന ആളുകൾക്ക് പരിക്കില്ല എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് എത്രത്തോളം പരിക്കുകൾ ഉണ്ട് എന്നതടക്കമുള്ള, ബസ്സിൽ സഞ്ചരിച്ചിരുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നതും തള്ളിക്കളയാനാകില്ല. കാരണം ബസ്സിന്റെ അവസ്ഥയും അത്രയും മോശമാണ്. വലിയ രീതിയിലുള്ള നാശം ഈ ബസ്സിനും സംഭവിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ തീർത്ഥാടകർ സഞ്ചരിച്ചിരിക്കുന്ന ബസ്സിനും ആഘാതത്തിൽ ബസ്സിന്റെ മുൻഭാഗവും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അപ്പോൾ ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകൾക്കും വലിയ പരിക്കുകൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവരെയും കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള ആശുപത്രി കോന്നി താലൂക്ക് ആശുപത്രിയാണ്. അവിടേക്ക് വളരെ വലിയ രീതിയിൽ തന്നെ നാട്ടുകാർ ഇടപെട്ടുകൊണ്ട് ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിൽ തന്നെ വലിയ രക്ഷാപ്രവർത്തനം നടത്തി ഇവരെയെല്ലാം മാറ്റിയിട്ടുണ്ട്. എന്തായാലും ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് രാവിലെ സംഭവിച്ചിരിക്കുന്നത്. റോഡുകളിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു, തുടർ പരമ്പരയാകുന്നു. അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണങ്ങൾ റോഡിൽ ചോരക്കുളം തീർക്കുന്നതിന് കാരണമാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെ ഉൾപ്പെടെ ഈ ഭാഗത്ത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ അപകടം ഉണ്ടായതാണ്. ഇന്നലെ 4 പേർക്ക് പരിക്കേറ്റതാണ്. പിക്കപ്പ് വാനിലേക്ക് ലോറി ഇടിച്ചു കയറിയാണ് ഇന്നലെ അപകടം ഉണ്ടായത്. ഒരാഴ്ച മുൻപ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായതാണ്. തെലങ്കാന സ്വദേശികളും തമിഴ്നാട് സ്വദേശികളുമായിട്ടുള്ള ആളുകളുടെ വാഹനങ്ങൾ ഇടിച്ച് ഇതേ പാതയിൽ, ഇതേ റോഡിൽ, ഈ മരണക്കെണി ഒരുക്കുന്ന ഈ റോഡിൽ അപകടം സംഭവിച്ച് 8 പേർക്ക് പരിക്കേറ്റതാണ്. നേരത്തെ 2 ആഴ്ച മുൻപ് KSRTC ബസ്സും രോഗിയുമായി പോയ ആംബുലൻസും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായതാണ്. ഈ അപകടത്തിൽ രോഗി റോഡിലേക്ക് തെറിച്ചു വീണു പോണ അവസ്ഥ ഉണ്ടായി. അന്നും നിസ്സാരമായിട്ടുള്ള പരിക്കൽ മാത്രമായിരുന്നു സംഭവിച്ചത് എന്നുള്ള ആശ്വാസം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അപകടങ്ങൾ പതിവ്. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടുള്ള ഒരു റോഡാണ്. പക്ഷേ നിസ്സാരമായിട്ടുള്ള പരിക്കുകളും മറ്റു മുറിവുകളും ഒക്കെ ആയിട്ട് അപകടങ്ങൾ ആശ്വാസകരമായിട്ടുള്ള രീതിയിലേക്ക് മാറുമ്പോൾ വലിയ ഒരു മരണം സംഭവിക്കുന്ന അപകടം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇത് നേരത്തെയും നാട്ടുകാർ നിരവധി തവണ അധികൃതരെ പരാതി അറിയിച്ചതാണ്. ഈ പാതയിലെ അശാസ്ത്രീയമായിട്ടുള്ള കൊടും വളവ്
നിവർത്തണമെന്നും ഇല്ലെങ്കിൽ അപകടങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുമുള്ള പരാതികൾ നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ അവരൊന്നും ആ സമയത്തൊന്നും നടപടിയെടുക്കാതെ അനങ്ങാപ്പുറം നയം സ്വീകരിക്കുകയായിരുന്നു എന്നതിന്റെ ഒരു ഫലമായിട്ട് അല്ലെങ്കിൽ ദുരന്തമായിട്ട് ഈ അപകടം മാറുകയും ചെയ്യുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു വർഷം മുൻപാണ് പള്ളിപ്പടിയിൽ ഇതേ പാതയിലുള്ള പള്ളിപ്പടിയിൽ പള്ളിയുടെ കമാനത്തിലേക്ക് ബസ് ഇടിച്ചു കയറി KSRTC ബസ് ഇടിച്ചു കയറി വലിയ രീതിയിലുള്ള അപകടം സംഭവിച്ചത്. ഡിവൈഡറിൽ ഇടിച്ച് കാറുകൾ മറിയുകയും വാഹനങ്ങൾ തെന്നി മാറി വലിയ രീതിയിൽ അപകടങ്ങൾ സംഭവിക്കുകയും കൊടുംവളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് വാഹനങ്ങൾ മറ്റു വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയും എല്ലാം ചെയ്യുന്നത് പതിവായിട്ടുള്ള റോഡാണിത്. അപകട പരമ്പര ഉണ്ടാകുന്നു, അപകടങ്ങൾ തുടർ കഥയായി മാറുന്നു. എല്ലാ ദിവസവും അപകടം ഉണ്ടാകുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പൊതുജന സംഘടനകളൊക്കെ രൂപീകരിച്ച് പ്രതിഷേധങ്ങളും പരാതികൾ അറിയിക്കുന്നതുമൊക്കെ നിത്യസംഭവമായിട്ടുള്ള റോഡാണിത്. പക്ഷേ അത്തരത്തിൽ ഇതിന് പരിഹാരം ഈ വളവുകൾ നിവർത്തണം എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത്. പക്ഷെ അതിനുള്ള നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതിന്റെ ഫലമായിട്ട് ഒരു ദാരുണമായിട്ടുള്ള സംഭവം അപകടം ഇന്ന് രാവിലെ സംഭവിച്ചു.